അദ്ദേഹം വന്നാലുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് നിനക്ക് ആലോചിക്കാനെങ്കിലും പറ്റുമോ? അമ്മാവൻ കമ്പനിയിലേക്ക് വരട്ടെ. നിനക്കെന്താ വട്ട് പിടിച്ചോ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്രിയഞ്ചേട്ടാ. അമ്മ കൂടെ ഉള്ളപ്പോ അമ്മാവന്റെ അടുത്ത് നമ്മുടെ കാര്യം പറയാൻ ഒരിക്കലും പറ്റില്ല. കമ്പനിയിലേക്ക് അദ്ദേഹം ഒറ്റയ്ക്കല്ലേ വരിക. അപ്പോ സമാധാനമായിട്ട് നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. പ്രിയഞ്ചേട്ടന്റെ അമ്മാവൻ ഒരു നല്ല മനുഷ്യനാ. അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിലൊന്നും കാര്യങ്ങൾ നടക്കില്ല പാറു. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാരമില്ല. ഞാൻ പ്രിയഞ്ചേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി അമ്മാവന്റെ കാല് പിടിച്ച് കരയണമെങ്കിൽ ഞാൻ അതും ചെയ്യും. പാറു, പ്രിയഞ്ചേട്ടനൊന്നും പറയണ്ട. അമ്മാവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്മാറരുത്. ഞാൻ എന്തായാലും അമ്മാവനോട് എല്ലാം പറയും. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് എന്നെ തടയാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ഇല്ല പ്രിയഞ്ചേട്ടാ, ഞാൻ പ്രിയഞ്ചേട്ടനെ തടുക്കില്ല. ഇനിയും പ്രിയഞ്ചേട്ടൻ എന്റെ അമ്മയുടെ ഇടയിൽ നിന്ന് വിഷമിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അമ്മാവനോട് സംസാരിച്ച് ഈ വിഷയത്തിന് ഞാൻ തന്നെ ഒരു അവസാനം കണ്ടോളാം. ശരി, കമ്പനിയിൽ വെച്ച് കാണാം. എന്താടേ, പ്രിയന് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടോ? പ്രിയഞ്ചേട്ടന്റെ അമ്മാവന്റെ മോളെ തുളസിയായിട്ട്. എന്നിട്ട് പ്രിയൻ മിണ്ടാതിരിക്കുവാണോ? അവന് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞൂടെ? തുളസിയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാൻ പ്രിയഞ്ചേട്ടനെ നിർബന്ധിച്ചത് ഞാനാ. നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പ്രിയഞ്ചേട്ടനെ അമ്മ വീട്ടിൽ കയറ്റില്ലായിരുന്നു. അത് കൊള്ളാം. ഇപ്പൊ പ്രിയനെ വീട്ടിൽ കയറ്റിയതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായേ? ആ, പ്രശ്നം കൂടുതൽ വഷളാവാ ചെയ്തേ. നിനക്കൊരു ബോധമില്ലേ? പോട്ടെ, ഇനി അവളെ കുറ്റപ്പെടുത്തിട്ട് എന്താ കാര്യം? നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? എങ്ങനെയെങ്കിലും പ്രിയഞ്ചേട്ടന്റെ അമ്മാവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. വേറെ വഴിയില്ല. പ്രിയന്റെ അമ്മാവൻ നിങ്ങളുടെ പ്രണയം അംഗീകരിക്കും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. സത്യം എന്തായാലും പുറത്തു വരണം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ആയിഷ, നമുക്ക് പോവാം. വാ. ശരി. ഹലോ. പോലെ എനിക്കൊരു സംസാരിക്കാനുണ്ട്. താനാരാ? ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി പോകുന്ന കണ്ടാ താൻ ശല്യപ്പെടുത്തോ? തന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് അത്ര വലിയ തെറ്റാണോ? തനിക്കെന്നെ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് ഇട്ട് തന്റെ മോന്ത തിരിച്ചറിയാൻ ഞാൻ തന്റെ ഭാര്യയാണോ? ഇപ്പോഴല്ല, പക്ഷേ വൈകാതെ ആവുമല്ലോ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനേ ഈ ഹെൽമെറ്റ് ഇട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇനിയും എന്നെ മനസ്സിലായില്ലേ? ഞാൻ പ്രദീപ്. നമ്മൾ തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചത്. അച്ഛനമ്മയും എന്റെ ഫോട്ടോ ഒന്നും കാണിച്ചില്ലേ? അല്ല, വീട്ടുകാരെ കുട്ടിയെ നിർബന്ധിച്ചാണോ കല്യാണം കഴിപ്പിക്കാൻ പോന്നെ? അയ്യോ, അതൊന്നും അല്ല. അത് ഹെൽമെറ്റ് ഇട്ടപ്പോ ആളെ മനസ്സിലാവാത്തതാ. ഓഹോ, ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെന്താ ടെൻഷൻ? നിങ്ങളെ വീട്ടിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? പെട്ടെന്ന് ഇങ്ങനെ റോഡിൽ വെച്ച് കണ്ടപ്പോ ടെൻഷനായി. അല്ല, വീട്ടിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ ചളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാ ഞാൻ പുറത്ത് വെച്ച് കാണാന്ന് വെച്ചത്. മാത്രമല്ല, കുട്ടിക്ക് അവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്തെന്തെങ്കിലും ഉണ്ടെങ്കിലേ ഫ്രീ ആയി പറയുകയും ചെയ്യാം. എനിക്ക് അങ്ങനൊന്നും പറയാനില്ല.
നിങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചാൽ മതി. അല്ല എന്നാലും പോലെ ലക്ഷ്മി പോലെ ഒരു മിനിറ്റ് കൂടി